തൻ്റെ അനുജത്തി കൊച്ചുത്രേസ്യയെ പറ്റി സെലിൻ എഴുതുന്നു. കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ എല്ലാ പുണ്യങ്ങളും നിരന്തരം സമ്മേളിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നുവെങ്കിലും എളിമയാണ് അവളുടെ ആത്മാവിൽ ഏറ്റവും മുന്തി നിന്നിരുന്ന പുണ്യം എന്നത് നിസ്തർക്കമാണ്. കൂടുതൽ എളിമയുള്ളവളാകുവാനും ചെറുതാവുക എന്ന തത്വത്തിലൂടെ അതിൽ നിന്നും കുറെ കൂടി താഴ്ന്ന പടിയിലേക്ക് ഇറങ്ങുവാനും വേണ്ടിയാണ് ആധ്യാത്മിക ശിഷ്യത്വത്തിൻ്റെ മാർഗത്തിലേക്ക് അവൾ നീങ്ങിയത്. ഈ മാർഗത്തെ പിൻചെല്ലുന്നതിൽ അവൾ കാണിച്ച വിശ്വസ്ത നിമിത്തം അവൾ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ എത്രയും എളിമയും നിഷ്കപടതയും ഉള്ളവളായിരുന്നു. യേശുവിൻ്റെ ചെറുപുഷ്പമായി തന്നെ സമർപ്പിച്ച കൊച്ചുത്രേസ്യ ഉണ്ണിയേശുവിനെ ഒരു കളിപ്പന്തലായും തന്നെ വിഭാവനം ചെയ്തിരുന്നു. ഉണ്ണിയേശുവിൻ്റെ ഒരു കളിപ്പന്തലായി തന്നെ വിഭാവനം ചെയ്തിരുന്നു. സ്നേഹവും എളിമയും പ്രാർത്ഥനയും ഉള്ളവർക്ക് മാത്രമേ ദൈവത്തിന് മുമ്പിൽ സ്വയം സമർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് തൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ജീവിതത്തിൽ നിന്നും കൊച്ചുത്രേസ്യ പഠിച്ചു. അറിവ് വന്ന കാലം മുതൽ ഈശോയെ പ്രസാദിപ്പിക്കണമെന്ന് മാത്രമേ അവൾ ആഗ്രഹിച്ചിരുന്നുള്ളൂ. 3 വയസ്സ് പ്രായം മാത്രം ഉള്ളപ്പോൾ ഈശോയ്ക്കായി ഒന്നും നിരാകരിച്ചിരുന്നില്ല എന്ന ബോധ്യമുണ്ടായിരുന്ന കൊച്ചുത്രേസ്യ ആത്മാർപ്പണം എന്ന കവിതയിലൂടെ പറയുകയാണ്, യേശു നമ്മിൽ നിന്ന് മഹാകൃത്യങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല. നിസ്സാര കാര്യങ്ങളിലൂടെ ഈശോയെ അവൾ പ്രസാദിപ്പിച്ചു. അത് ഏറ്റവും വിശ്വസ്തയോടുകൂടി ചെയ്തു. അതുകൊണ്ട് എന്നവൾ വിശ്വസിച്ചു. സ്നേഹത്തോടെ ഒരു മുട്ടുസൂചി നിലത്ത് വീണാലെടുത്ത് ഒരാത്മാവിനെ ചോദിച്ചാൽ യേശു അത് തരാതിരിക്കുകയില്ല. യേശുവിന് ഇഷ്ടമുള്ളത് നിർവഹിക്കുകയാണ് എൻ്റെ ആഗ്രഹം. തന്നെ കുറ്റം ചുമത്തിയവർക്കും എളിമപ്പെടുത്തിയവർക്കും അവൾ പുഞ്ചിരി സമ്മാനിച്ചു. സ്വന്തം കഴിവുകളും ആത്മീയമായ ഉൾക്കാഴ്ചയും ആത്മീയമായ സന്തോഷവും അവളുടെ സ്വന്തമായി കരുതിയിരുന്നില്ല. അവൾ ചെയ്തിരുന്ന പുണ്യപ്രവൃത്തികൾ പോലും അവളുടെ സ്വന്തമല്ലെന്ന് അവൾ പറഞ്ഞിരുന്നു. സൃഷ്ടികളുടെ സ്നേഹത്തിൽ നിന്നും താൻ സ്വതന്ത്രയായിരുന്നെങ്കിൽ അത് തൻ്റെ പുണ്യം കൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമായിരുന്നു എന്നെ സംരക്ഷിച്ചിരുന്നത്. അവിടുത്തെ പിന്തുണയില്ലായിരുന്നുവെങ്കിൽ വിശുദ്ധ മഗ്ദലനയോളം തന്നെ ഞാനും അധപ്പതിക്കുവാൻ സാധ്യതയുള്ളവളായിരുന്നു എന്ന് അവൾ സമ്മതിക്കുന്നു. കൊച്ചുത്രേസ്യ കണ്ടെത്തിയ സന്തോഷം ആത്മാവിൻ്റെ അന്തരാളത്തിലാണ് സന്തുഷ്ടി സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് സ്വായത്തമാക്കുന്ന ബാഹ്യവിഭവങ്ങളിലല്ല, പ്രത്യേക ആത്മാവിൻ്റെ ഉള്ളിലാണ് എന്ന ജീവിതാനുഭവങ്ങൾ അവളെ പഠിപ്പിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.